ഞാൻ സിനോബി. ഇടപ്പറമ്പി ഫാംസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് അങ്കമാലിക്കടുത്ത് കിടങ്ങൂരുള്ള ഗിരിജ ചേച്ചി പശു വളർത്തുന്നിടത്താണ്. ഇവിടുത്തെ പശു വളർത്തലിന്റെ പ്രത്യേകത പശു വളർത്താൻ സ്വന്തമായിട്ട് സ്ഥലമില്ലാഞ്ഞിട്ട് ഗിരിജ ചേച്ചി പശു വളർത്തുന്നു എന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഗിരിജ ചേച്ചിയുടെ പശു വളർത്തലാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ഗിരിജ ചേച്ചി. ചേച്ചി ഇടപ്പറമ്പി ഫാമിലേക്ക് സ്വാഗതം. അപ്പൊ ഈ ഒരു പശു വളർത്തൽ മേഖലയ്ക്ക് വേണ്ടി ഒരുപാട് നാളായോ? 33 കൊല്ലമായി. 33 കൊല്ലമായി. ഇതെങ്ങനെയായിരുന്നു ഇതിന്റെ ആരംഭ കാലഘട്ടം? ഞാൻ ആദ്യം പണിക്കൊക്കെ പോയിട്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പണിക്ക് പോവാതെ പിന്നെ ഇവിടെ വന്ന് കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ പണിക്കൊന്നും പോകാതെ ചെയ്യുന്നപ്പോൾ പിന്നെ നമുക്കൊരു സ്വയം എന്തിനും തൊഴിൽ വേണമല്ലോ, ഒരു തൊഴിൽ വേണം. അപ്പം ഞാൻ അങ്ങനെ പണിക്ക് പോയിട്ടിരുന്ന കാരണം എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല, ഒരു കാരണവശാലും വെറുതെ ഇരിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചു ഇന്ന് ഇപ്പോൾ എനിക്ക് പശുവിനെ കറക്കാൻ അറിയാം. പിന്നെ എൻ്റെ വീട്ടിൽ ഞാൻ ഇതൊക്കെ ചെയ്തേക്കണ കാരണം എനിക്കറിയായിരുന്നു. എൻ്റെ വീട്ടിൽ ഇറക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് ചെയ്യാമായിരുന്നു. അപ്പോൾ എനിക്കറിയാം. പിന്നെ ഞാൻ കറക്കാനും എനിക്കറിയാൻ വേണ്ടായില്ല. പിന്നെ ഇവിടെ വന്ന് ഞങ്ങളുടെ ചേട്ടന് കറവയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഒരു പശുവിനെ മേടിച്ചു, ഒരു തൊഴുത്തുണ്ടാക്കി എൻ്റെ വീട്ടിൽ ഇവിടെ ഞാനൊരു തൊഴുത്തൊക്കെ ഉണ്ടാക്കി. ആദ്യം എൻ്റെ കെട്ടുവിൻ്റെ വീട്ടിൽ ഒരു പശുവിനെ മേടിച്ച് വളർത്തി. പിന്നെ അവിടെ നിന്ന് കയറ്റി കഴിഞ്ഞപ്പോൾ പിന്നെ സ്ഥലമൊക്കെ ഇല്ലാണ്ട് വന്നു. പിന്നെ ഞങ്ങൾ വേറെ പോകുന്നതിന് ശേഷമാണ് ഞാൻ സ്വന്തമായിട്ട് 3 പശു 4 പശു വരെ ഉണ്ടായിരുന്നു. ഞാൻ തന്നെ, വേറെ ഒരാൾ ഇതിനകത്ത് ഉൾപ്പെടില്ലായിരുന്നു. അപ്പോൾ ഈ 3-4 പശുവിനെ ഞാൻ വളർത്തി ഞാൻ തന്നെ കൊണ്ടു നടന്ന് ഇതുങ്ങളൊക്കെ അയച്ചേട്ടി നേരം വിളിച്ചവൻ വെള്ളം കൊടുത്ത് അയച്ച് കെട്ടി വേറെ പണിക്ക് പോകും, കൂലിപ്പണിക്കുമായിരുന്നു. പിന്നെ വന്ന് അതുപോലെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ കഷ്ടപ്പെട്ടാണ് ഇപ്പം ഇതിനെ വരെ വന്നു. ഞാൻ തന്നെ ഈ 3 കെട്ടി വലിച്ച് കൊണ്ടുവന്ന് 2 മക്കളെ പഠിപ്പിച്ചു. എനിക്ക് 2 ആമക്കളാണ്. 2 ആമക്കളെ പഠിപ്പിച്ചു. ഒരാളെ +2 വരെ പൊളിയിൽ വരെയും പഠിപ്പിച്ചു. ഒരാളെ BCA വരെയും പഠിപ്പിച്ചു. ഇതൊക്കെ ലോണൊക്കെ എടുത്താണ് ഇതുവരെ കൊണ്ടു നടന്ന് ലോണൊക്കെ എടുത്താണ് ഞാൻ അവരെ പഠിപ്പിച്ചത്. ഇപ്പം അവർ 2 പേർക്കും 2 മക്കളും കല്യാണം കഴിച്ചതിൻ്റെ. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ചാൽ ഇവർക്ക് നഷ്ടമൊന്നുമില്ല. വേറെ പണിക്ക് നമ്മൾ കൂലി എടുത്ത് കൊടുത്ത് നമ്മൾ ചെയ്യിക്കുകയാണെങ്കിൽ അതിനൊന്നും ഒരു ലാഭമില്ല. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണ ഇത് മാത്രമേ ഉള്ളൂ വിജയിക്കുള്ളൂ. നമ്മൾ സ്വന്തം ചെയ്യണം. അല്ലാണ്ട് പിന്നെ നമുക്ക് കിട്ടുന്നത് ചാണം വിറ്റോ അങ്ങനെയൊക്കെയാണ് ഇത്തിരി കാശ് നമുക്ക് കിട്ടുന്നത്. ഗിരിജ ചേച്ചിയുടെ പശു വളർത്തലിന്റെ പ്രത്യേകത സ്ഥലപരിമിതിയെ മറികടക്കുന്നു എന്നതാണെങ്കിൽ മറ്റൊരു പ്രത്യേകത സമയപരിമിതിയെ മറികടക്കുന്നു എന്നതാണ്. 5 മണിക്ക് എണീക്കുന്നതാ ഞാൻ. 5 മണിക്ക് വെളുപ്പിന് 5 മണിക്ക് എണീക്കും. ആദ്യമൊക്കെ 4 മണിക്ക് 4:30 എനിക്കായിരുന്നു. ഇപ്പൊ പിന്നെ അത്ര ഇതില്ലാത്തതുകൊണ്ട് പശുക്കളെ കുറച്ചതുകൊണ്ട് സമയം കുറച്ച് മതി. അപ്പൊ ഞാൻ 5 മണിക്ക് എണീറ്റാ പിന്നെ വീട്ടിലിപ്പോ വലിയ പണികളൊന്നും ഇല്ല. പിന്നെ തൊഴുത്ത് കഴുകണ്ട, ഇവരെ അയച്ചു കെട്ടി ഇവർക്ക് വെള്ളം കൊടുത്ത് അയച്ചു കെട്ടി ഈ പറമ്പിലാണ് കിട്ടണത്. ഇവരുടെ നല്ല മനസ്സുകൊണ്ട് എല്ലാ സജ്ജീകരണങ്ങളും അവർ ചെയ്തു തരും, ഈ വീട്ടിലെ പുതിയ വീട്ടുകാർ. ആദ്യം അങ്ങനെ തന്നെയായിരുന്നു. ഇവർ വരുന്നതിന് മുമ്പും നമ്മുടെ മോട്ടറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അടിച്ച് ഇവരെ കുളിപ്പിച്ച് അഴിച്ചു കെട്ടി ഇവിടെ തന്നെ ഇവിടെ തന്നെ കെട്ടും. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ അയച്ചുകൊണ്ടുപോയി അവിടെ വെള്ളം കൊടുക്കും, അവിടെ കെട്ടും, അവിടെ കറന്നുകൊണ്ട് വരും. നേരം വിളിച്ചാകുമ്പോൾ ഇതുപോലെ തന്നെ അയച്ചു കെട്ടും. അല്ല ഒരെണ്ണ കറക്കാനുള്ളൂ. അപ്പം ഞാൻ കൊണ്ടുവന്ന് എവിടെ കെട്ടണമെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുവന്ന് ഒതുക്കി കെട്ടി കറന്നുകൊണ്ട് വരും. അല്ലാണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകണ പ്രശ്നം അങ്ങനെയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എങ്ങനെ പണി നടക്കാനാ? സമയം ഉണ്ടാവില്ല, ഒരു പണിക്കും പോകാൻ പറ്റില്ല. ഇവരെ പിറകട നടക്കേണ്ടി വരും. പിറകട നടന്നുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അവരെ അഴിച്ചു വിട്ട് നമ്മൾ പുറമെ കെട്ടി അഴിച്ചു കെട്ടി കൊണ്ടു നടന്ന് തീറ്റ കൊടുത്താൽ അവരുടെ കാര്യം നോക്കി അവർ നടന്നോളും. നമ്മൾ ഇവരെ പിറകട നടക്കണ്ട. അല്ലാണ്ട് കെട്ടിക്കൊണ്ട് തീറ്റ കൊടുത്തിട്ട് എന്ത് കിട്ടാനാ? അതുകൊണ്ട് ഒന്നും കിട്ടാനില്ല. അപ്പം പിന്നെ നമ്മളിങ്ങനെ അയച്ചു വിടും. അപ്പോൾ ഈ ഇപ്പം പാടത്തേക്ക് അയച്ചു വിടും. അയച്ചുകൊണ്ട് ഒരു 5-6 മണിയൊക്കെ ആകുമ്പോഴേക്കും അയച്ചുകൊണ്ട് ഞാൻ പിന്നെ പണി കഴിഞ്ഞ് വരുമ്പോഴേക്കും വെള്ളമൊക്കെ കൂട്ടി വെച്ച് ഇവരെ അയച്ചുകൊണ്ട് പോയി വെള്ളം കൊടുത്ത് പിന്നെ അവരെ കുളിപ്പിച്ച് അവിടെ കെട്ടും. വെളുപ്പിന് അവിടെ വന്നിരുന്ന് അവിടെ ഒന്ന് കറക്കും. അങ്ങനെയൊക്കെയാണ് അവർ ചെയ്യണത്. ഞാൻ 3-4 ഉണ്ടായപ്പോൾ സമയത്തും ഇതുപോലെയൊക്കെ തന്നെ. പിന്നെ പണി കഴിഞ്ഞ് വന്നിട്ട് എപ്പോട്ടെ പോയാലും പുല്ല് കൊടുക്കും. അത് ഏത് രാത്രി ആയാലും ശരിയാ. എവിടെ പോയാലും 2-3 കെട്ട് പുല്ല് വെട്ടി കൊണ്ടിടും. അത് തീരുന്നവരും കൊടുക്കും. പിന്നെ അത് കഴിയുമ്പോൾ ഇത് തീരുമ്പോൾ പിന്നെയും കൊടുക്കും. ഇപ്പം പിന്നെ പുല്ല് വെട്ടാൻ പോക്കില്ല, പുല്ലില്ലല്ലോ. പിന്നെ ഇപ്പം ഈ പറമ്പിൽ നടക്കണ പാടത്ത് നടക്കണ കാരണം കൊണ്ട് പുല്ലുണ്ട്. പശു വളർത്താൻ സ്ഥലമില്ലെങ്കിൽ പോലും ഗിരിജ ചേച്ചി ഇവിടെ 3 പശുക്കളെ വളർത്തുന്നുണ്ട്. അത് മാത്രമല്ല നല്ല പാൽ ഉൽപാദനമുണ്ട്. ഒരു 15 ലിറ്റർ പാല് കാലത്ത് കിട്ടും. ഉച്ച കഴിഞ്ഞ് ഒരെണ്ണത്തിനെ കറക്കണുള്ളൂ. ഒക്കെ ഈ ജേഴ്സി പശു തന്നെ, നാടൻ ജേഴ്സി പശു. അല്ലാണ്ട് വലിയ പശു അല്ല, സാധാ ക്രോസ്. വീട്ടമ്മമാർക്ക് അത് തന്നെ അങ്ങനത്തെ 2 വരും അവനും.
അവരിപ്പോ മേടിച്ചതാ, ഞാൻ മാറ്റി മേടിച്ചതാ. കുട്ടികളെ അത് വിറ്റതാ ഇപ്പൊ. അതെ ഇല്ല അതെ അതിന്റെ മൂരിക്കിടാക്കളെ നിർത്തിയിട്ട് കാര്യമില്ലല്ലോ. പശുക്കിടാക്കൾ ഉണ്ടാവാറില്ല. എല്ലാം മിക്കതും മൂരിക്കിടാവാ ഉണ്ടാവാറ്. അപ്പൊ അതിനെ ഇന്നാള് വിറ്റതാ. അത് വിറ്റതാണ്. അപ്പൊ പുറത്തുനിന്ന് വാങ്ങുന്നേ അപ്പൊ നമ്മള് അല്ലേ? പാലിന്റെ വിൽപ്പന എങ്ങനെയാ? വിൽപ്പന ഞാൻ കൂടുതലും വീടുകളിൽ കൊടുക്കണം. വീടുകളിലാണ് കൊടുക്കുന്നത്. അത് കുറച്ച് ഉണ്ണിച്ചേട്ടൻ കൊണ്ടുപോയി കൊടുക്കും. ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇവിടെ കൊടുക്കും. പിന്നെ 5-6 ആൾക്കാർ വീട്ടിലൊന്നും മേടിക്കുന്നവരുണ്ട്, അവര് മേടിച്ചുകൊണ്ട് കൊണ്ടു കൊടുക്കും. ഇതൊക്കെ അത് പോണ വഴിക്ക് കച്ചവടം ചെയ്താ പോണേ. കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായി പോവുകയും ചെയ്യാം. 8 മണിയാകുമ്പോഴേക്കും 7-7:45 ആകുമ്പോഴേക്കും പാൽ കച്ചവടമൊക്കെ കഴിയും. എല്ലാം കഴിയും. പിന്നെ എത്ര മണിക്ക് അപ്പൊ ജോലിക്ക് പോകണം? ഞാൻ 9 മണി 10 മണിയൊക്കെ വീടുകളിലാകുമ്പോ പിന്നെ കൃത്യസമയം ഇല്ലല്ലോ. അപ്പൊ അങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്തോണ്ട് പോകും. അതിന്റെ ഇടയ്ക്ക് പാലും കൊടുക്കും. പശുക്കൾക്ക് തീറ്റയായി നൽകുന്നത് കേസും ചോളത്തവിടുമാണ്. അത് പാലുൽപാദനത്തിന് അനുസൃതമായാണ് തീറ്റ നൽകുന്നത്. ഇപ്പൊ കാലത്ത് ഒരു 5 കിലോ കൊടുക്കുകയാണെങ്കിൽ വൈകുന്നേരം അതുപോലെ 5 കിലോ കൊടുക്കും. പൊടിത്തവിടുണ്ട്. അത് ഓരോ കിലോ 1.5 കിലോ വീതം അതും കൊടുക്കും. പിന്നെ കഞ്ഞി ഉണ്ടാവും. പുറമെ വീടുകളിൽ കഞ്ഞി ഉണ്ടല്ലോ, അതൊക്കെ എടുത്തുനിന്ന് കൊടുക്കും. പിന്നെ വൈക്കോല് വൈകുന്നേരം സ്റ്റോക്ക് വെച്ചിട്ടുണ്ട്. അത് വൈകുന്നേരം ഇട്ട് കൊടുക്കും. വൈകുന്നേരം ഇട്ട് കൊടുക്കുള്ളൂ. കെട്ടാൻ നേരത്തെ കുളിപ്പിക്കലും വെള്ളം കൊടുക്കലൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഇട്ട് കൊടുക്കും. പശു വളർത്താൻ സ്ഥലമില്ല എന്ന് പറയുന്നവർക്കും സമയമില്ല എന്ന് പറയുന്നവർക്കും നല്ലൊരു മറുപടി തന്നെയാണ് ഗിരിജ ചേച്ചി. ഏതൊരു പ്രതിസന്ധിയിലും പശുക്കളെ വളർത്താൻ സാധിക്കും എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഗിരിജ ചേച്ചി. അങ്ങനെ വളർത്തുന്ന വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുവന്ന് കെട്ടും. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ എവിടെയെങ്കിലും കൊണ്ടുവന്ന് കെട്ടി കഴിഞ്ഞാൽ വളർത്താവുന്ന രീതിയിൽ നല്ല ധൈര്യത്തോടു കൂടി തന്നെയാണ് ഞാൻ വളർത്തുന്നത്. അതെ, സാധാരണ സ്ഥലമില്ലാതെ വളർത്താൻ പറ്റില്ല. ശരി, അതൊക്കെ ശരിയാണ്. പക്ഷെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് എവിടെയെങ്കിലും ഇപ്പോൾ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുവന്നിട്ട് വളർത്താണ്ട് പറ്റില്ലെന്ന് ഉറപ്പ്. അത് ധൈര്യമുണ്ട് എനിക്ക്. അപ്പൊ എവിടെ കൊണ്ടുവന്നിട്ടായാലും ഞാൻ വളർത്തും. ധൈര്യം. 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 ആയാലും ഞാൻ വളർത്തും. എവിടെ കിട്ടിയാലും എവിടെ ഉണ്ടെങ്കിലും ഞാൻ വളർത്തും. പശുക്കളെ വളർത്തുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം എനിക്ക്. മൃഗങ്ങളോട് ഭയങ്കര ഇതുള്ളതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ വിട്ടുകളയാൻ എല്ലാ പിള്ളേരെന്നോട് പറഞ്ഞു, നിർത്തിക്കാമ്മ, ഇനി ഇത് വേണ്ടെന്നൊക്കെ പറഞ്ഞു. ശരിയാവില്ല, അങ്ങനെ സമയമൊന്നും ആയിട്ടില്ല, നിർത്തിക്കളയേണ്ട സമയമൊന്നും ആയിട്ടില്ല. പാടുള്ളവരും വരെ കൊണ്ടുനടക്കാം. പറ്റാവുന്ന പരമാവധി കൊണ്ടുനടക്കും. നിർത്തില്ല, ഇപ്പം നിർത്തില്ല. ഗിരിജ ചേച്ചിയുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് നന്ദി പറയുന്നു. ഇനി നല്ല രീതിയിൽ പശുക്കളെ വളർത്താൻ സാധിക്കട്ടെ. പശുക്കളെ നിർത്തില്ല. അപ്പോൾ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന അങ്കമാലി കിടങ്ങൂരുള്ള ഗിരിജ ചേച്ചിയുടെ പശു വളർത്തലാണ്. ഇതോടെ ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.